ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്പിരിച്വൽ ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറാക്കിൾ വാട്ടർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞുതരാം. ഇതിന്റെ പേരാണ് ഗ്രീൻ വാട്ടർ തെറാപ്പി. അതിനാവശ്യമുള്ളത് ഒരു പച്ച കളറിൽ ഇങ്ങനത്തെ കുപ്പി ബോട്ടിൽ വേണം. നമ്മൾ സ്പ്രൈറ്റിന്റെ കുപ്പി ഒന്നും എടുക്കല്ലോ കേട്ടോ, അത് പ്ലാസ്റ്റിക് അല്ലേ. നമുക്ക് ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണം. അതിൻ്റെ അകത്ത് നിങ്ങൾ വെള്ളം നിറയ്ക്കുക. ഇത്രയും വെള്ളം നിറയ്ക്കണ്ടു, ഫുൾ ടോപ്പ് വരെ നിറയ്ക്കണ്ട, ഇത്ര മാത്രമേ നിറയ്ക്കണ്ടു. ആൻഡ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിറയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് ഷുഡ് ബി വെരി ഭയങ്കര പീസ്ഫുൾ, ഭയങ്കര കാം ആയിട്ടിരിക്കണം. നിങ്ങൾ പ്രസന്റ് ലൈഫ് സിറ്റുവേഷൻ ഈ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കാൻ പാടില്ല. ആലോചിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നിക്കൽ ഓം നമ ശിവായ ചാൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മന്ത്രം ചാൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രാധേ രാധേ ചൊല്ലാം, അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലാം, അല്ലെങ്കിൽ ഓം ചൊല്ലാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഡ് എഫർമേഷൻ, നല്ല പോസിറ്റീവ് എഫർമേഷൻ നിങ്ങൾക്ക് ചൊല്ലിക്കൊണ്ട് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചതിന് ശേഷം നിങ്ങൾ ഇത് സണ്ണിന്റെ ഡയറക്റ്റ് റേ തട്ടുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് വെക്കണം. വെക്കുമ്പം ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് മദർ എർത്തിലേക്ക് ഇങ്ങനെ വെക്കാൻ പാടില്ല. ഒരു മരത്തിന്റെ എന്തെങ്കിലും ഒരു സംഭവം വേണം, ലൈക്ക് ഇതിന്റെ ബേസിൽ ഇങ്ങനെ വെക്കുക. അപ്പം ഇത് നമ്മൾ ഭൂമിയിൽ മദർ എർത്തിൽ വെച്ചിട്ട് അതിന്റെ മേലെയാണ് നമ്മൾ ബോട്ടിൽ വെക്കുക. അല്ലാണ്ട് ഡയറക്റ്റ് നമ്മൾ മദർ എർത്തിലേക്ക് ബോട്ടിൽ വെക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കാം. സൺ ഗോഡിനെ നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓ സൺ ഗോഡ്, പ്ലീസ് ഫിൽ ദിസ് വാട്ടർ വിത്ത് യുവർ ഹീലിംഗ് എനർജി. പ്ലീസ് ഫിൽ ദിസ് വാട്ടർ വിത്ത് യുവർ ഹീലിംഗ് എനർജി എന്ന് പ്രാർത്ഥിക്കുക. ഒരു പ്രാവശ്യം 3 പ്രാവശ്യം നിങ്ങൾ മനസ്സിൽ ചൊല്ലിയാൽ മതി. എന്നിട്ട് ലീവ് ഇറ്റ് ദെയർ. രാവിലെ ഒരു 7 o'clock 8 o'clock 9 o'clock മുതൽ സൺസെറ്റിന് മുന്നേ എന്തായാലും എടുക്കണം. സൺസെറ്റിന് ശേഷം ഇരുടാവുന്ന സമയത്ത് ഇത് വെക്കാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ഇത് സോളാർ എനർജിന്റെ ചാർജ് ചെയ്യാൻ വെക്കുന്നത്. അപ്പൊ സോളാർ എനർജി പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ, സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾ ഇത് അവിടെ നിന്ന് എടുത്തിട്ട് വീട്ടിനകത്ത് വെക്കണം. സപ്പോസ് നിങ്ങളിപ്പോൾ ആ സമയത്ത് വീട്ടിലില്ല എങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടാവില്ല, അവർക്ക് പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് പ്രത്യേകം പറയണം, ഈ കുപ്പി അവിടെ നിന്ന് എടുത്തിട്ട് എവിടെയെങ്കിലും നിലത്ത് എവിടെയും പ്ലേസ് ചെയ്യാൻ പാടില്ല. ഒന്നിക്ക് ഡൈനിങ് ടേബിളിന്റെ മേലെ തന്നെ വെക്കണം. തറയിൽ അങ്ങനെ എവിടെയും ഡയറക്റ്റ് ആയിട്ട് വെക്കാൻ പാടില്ല. ഇതിന്റെ എനർജി ഏർത്തിനായി പോവും. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇത് 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ഗുണം എന്താണെന്നറിയോ, ഇത് ഹീലിംഗ് പ്രോപ്പർട്ടിയാണ്. ഗ്രീൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഹീലിംഗ് ആണ് തരുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ സൺറേയും കൂടി മിക്സ് ചെയ്യുമ്പോൾ അത് ഡബിൾ ഹീലിംഗ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് ശരീരത്തിനും മനസ്സിനും നമ്മളെ ബുദ്ധിക്കെല്ലാം കിട്ടാം. അപ്പം ഇത് നമ്മൾ കുടിക്കുക. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം കുടിക്കാം. കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ്റിലുള്ളത്, നമ്മൾ ഫിസിക്കലി നമുക്ക് എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, ചില ആൾക്കാർ ഒത്തിരി ഫുഡ് രാത്രിയൊന്നും കഴിക്കാൻ പറ്റില്ല, ഭയങ്കര നെഞ്ഞിരിച്ചെടുക്കും. അങ്ങനത്തെ നെഞ്ഞെരിച്ചലും മാറും. അൾസറിന് ഒത്തിരി നല്ലൊരു ഗുണമാണ്. പിന്നെ നമ്മളെ ബോൺസും മസിൽസും ടിഷ്യൂസും സെൽസിനും എല്ലാത്തിനും നല്ല, നമ്മൾ സോളാർ എനർജി ഡിവൈൻ എനർജിയിലെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. എൻ്റെ അതേപോലെ തന്നെ മുടി കൊഴിച്ചലിന് എല്ലാം നല്ലതാട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇത് ഗ്രീൻ വാട്ടർ തെറാപ്പി ആയിട്ട് നിങ്ങൾ ഈ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് സ്കിന്നിന് നല്ലൊരു മാറ്റം ഉണ്ടാവും, നല്ലൊരു ഗ്ലോ ഉണ്ടാവും. പിമ്പിൾസ്, ആക്നി, അതിനെല്ലാം നല്ലൊരു മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പാക്ക് ഇടും, ഇപ്പം പല പാക്കല്ലും അല്ലേ, കസ്തൂരി മഞ്ഞൾ ഇങ്ങനത്തെല്ലാം നിങ്ങൾ മുഖത്തേക്ക് തേക്കുന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അകത്ത് ചാർജ് തേച്ചാലും ഒത്തിരി നല്ലതാണ്. ആൻഡ് മുടിക്ക് സ്പ്രേ ചെയ്യാം, ഷൈനിങ് കിട്ടും. മുടി കൊഴിച്ചലിനെല്ലാം ഒത്തിരി നല്ലതാണ് ഇതങ്ങനെ സ്പ്രേ ചെയ്താൽ. സോ ഒത്തിരി ഗുണമാണ് ഇതിന്. നമ്മൾ ഫിസിക്കലിയും ഒത്തിരി ഗുണമാണ്. ആൻഡ് ഇമോഷണലി എന്ന് വെച്ചാൽ നമ്മൾ ഹാർട്ട് ചക്ര ഗ്രീൻ കളറാണ്. ആൻഡ് നമ്മൾ ഈ ചാർജ് ചെയ്ത വാട്ടറും ഗ്രീൻ വാട്ടറാണ്. അപ്പൊ നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഇമോഷണൽ എന്തെങ്കിലും ഇമോഷണൽ ഇഷ്യൂ കാരണം നമുക്ക് ഒത്തിരി വേദനിച്ച് ഇരിക്കുവാണെങ്കിൽ ഈ വെള്ളം കുടിച്ചാലേ നിങ്ങൾക്ക് നല്ലൊരു മനസ്സിനൊരു സമാധാനം, ഒരു പീസ് ആൻഡ് ഹാർമണി ആൻഡ് ബാലൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് ഹീലിംഗ്. ഫിസിക്കൽ ഹീലിംഗ് പോലെ തന്നെ ഇമോഷണൽ ഹീലിംഗിന് ഒത്തിരി ഗുണകരമാണ് ഈ ഹീലിംഗ് വെള്ളം, ഗ്രീൻ വാട്ടർ തെറാപ്പി. പിന്നെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ സ്കിന്ന് ഒത്തിരി നല്ല ഗ്ലോ ആവും. പിന്നെ ഏജ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ ഗ്രീൻ വാട്ടർ വെള്ളം കുടിക്കുമ്പം നമുക്ക് ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ അധികം നമുക്ക് സ്കിൻ ചുളിയാനോ സ്കിന്നിനൊരു പ്രായം തോന്നിക്കലോ ഇല്ലാണ്ട് മൊത്തത്തിൽ നമുക്ക് നല്ല വി വിൽ വെരി ബ്രൈറ്റ് ആൻഡ് ഷൈനിങ്, നല്ലൊരു ഏജ് റിവേഴ്സണിങ് മെത്തേഡും കൂടിയാണിത്. സോ മൊത്തത്തിൽ ഒത്തിരി ഗുണമുള്ളതാട്ടോ. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം ചെയ്യണം, എന്നാലും അതിന്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുക. 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കണ്ടിന്യൂസ് ചെയ്യാൻ തോന്നി. ഡോക്ടർ വലിയൊരു ഹിമാലയൻ ടാസ്ക് പോലത്തെ കാര്യമല്ലല്ലോ, വെള്ളം നിറയ്ക്കാൻ വെക്കുകയല്ലേ വേണ്ടു. അപ്പം അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം 21 days കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് പിന്നെ ഇത് ചെയ്യാൻ തോന്നും. കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇതിന്റെ ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിന്റെ എനർജിയും കട്ടാം. ബിക്കോസ് അതെന്ത് കാര്യം അങ്ങനെ തന്നെയല്ലേ.
ഇപ്പം മൊബൈൽ നമ്മൾ ചാർജ് തീരുന്നവരെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആയിപ്പോകും, പിന്നെയും നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ ചാർജ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ സ്പിരിച്വാലിറ്റി കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. സ്പിരിച്വാലിറ്റി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് അതിന്റെ എനർജി നമുക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ കംപ്ലീറ്റ്ലി ഫേഡ് ആവും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയി ചെയ്യാം. നമ്മൾ എല്ലാ കാര്യം കണ്ടിന്യൂസ് ആയി ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ച് പിന്നെ ഇനി എന്റെ ശരീരത്തിൽ ഭക്ഷണം വേണ്ട, ഇല്ലെങ്കിൽ എന്റെ ശരീരത്തിൽ വെള്ളം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്നില്ല. അതേപോലെ തന്നെ സ്പിരിച്വാലിറ്റി നമ്മൾ കണ്ടിന്യൂസ് ചെയ്യും. ഞാൻ ഇത് എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ചാൽ, ചില ആൾക്കാർ ചെയ്യും എത്ര നാൾ ചെയ്യണം എന്ന് ചോദിക്കും. എത്ര നാൾ ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് അതിന്റെ ബലം കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ജീവിതകാലം മൊത്തം ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു 21 ദിവസം കഴിഞ്ഞാൽ കുറെ ബുദ്ധിമുട്ട് മാറും, പിന്നെ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഭയങ്കര കാമായിരിക്കും, പിന്നെയും ആ നെഗറ്റിവിറ്റി നമ്മൾ പിടിക്കും, പിന്നെയും ആ ബുദ്ധിമുട്ട് നമുക്ക് തിരിച്ചു വരും. അതാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് ഒത്തിരി നല്ലതാണ്. കണ്ടിന്യൂസ് ചെയ്യാനുള്ള ഈസി മെത്തഡാണ് 21 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്താൽ, 21 ഡേയ്സ് ഓർ 41 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് റുട്ടീനാവും, നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്തോളൂ. സോ ഇതാണ് ഗ്രീൻ വാട്ടർ തെറാപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. സോ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇതിന്റെ റിസൾട്ട് ബെനിഫിറ്റും കിട്ടട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മ ഹിമാലയ.